ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി പിരിച്ച തുകയുടെ കണക്ക് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യുവാവിന് ക്ഷേത്രം ഭാരവാഹികളുടെ ക്രൂരമർദ്ദനം. ആലപ്പുഴ ചെങ്ങന്നൂർ ഗ്രാമം എന്ന സ്ഥലത്ത് ഓടുവരത്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശവാസി തന്നെയായിട്ടുള്ള മനോജ് കുമാർ എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് പിരിച്ച തുകയുടെ കണക്ക് അറിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഇതിൽ പ്രകോപിതരായിട്ടാണ് ഈ പുനരുദ്ധാരണ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളുകൾ ചേർന്ന മനോജ് കുമാറിനെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ മനോജ് കുമാറിനെ മർദ്ദിച്ച 4 പേർക്കെതിരെ മാന്നാർ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സതീഷ് കൃഷ്ണ, ഭരതൻ, ഗോപൻ, സുരേഷ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എൻ്റെ നാട്ടിലെ ഗ്രാമം ഓടുവരത്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അമ്പലത്തിൻ്റെ പേര്. 13 വർഷം കൊണ്ട് അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 13 വർഷം മുന്നേ ഞങ്ങളെ കുറേ പേരെ ഒഴിവാക്കിയത്. എൻ്റെ കുടുംബത്തിലേക്ക് ഒരുപാട് പൈസ അവർ പിരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. റെസിപ്റ്റ് കൃത്യമായിട്ട് തരത്തില്ല. റെസിപ്റ്റ് തന്നാൽ തന്നെ ചോദിച്ചാൽ മാത്രം തരുമോ, അങ്ങനെയൊക്കെയുള്ളൊരു. ഈ ഡിസംബറിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എൻ്റെ അഴിമതിയെ സംബന്ധിച്ച്. ഈ പുനരുദ്ധാരണത്തിൻ്റെ കണക്കുകൾ കൃത്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതെ, അത് ശരിക്കും നാട്ടുകാർ ഈ മിണ്ടായിരുന്ന പലരും അതിൽ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ അവർക്ക് അവിടെ പ്രകോപനമായതാണ് എന്നെ മർദ്ദിക്കാനുള്ള കാരണം. ഈ മർദ്ദനം ഏൽക്കുന്നത് എപ്പോഴാണ്? മർദ്ദനം വയ്ക്കുന്നത് ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ എറണാകുളത്താണ്. ഞാൻ ഫേഷ്യാനാണ് ഓൾറെഡി എറണാകുളത്ത് പോയിരിക്കുന്നത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് വോട്ട് ചെയ്യാൻ വന്ന് ഞാൻ പെട്ടെന്ന് വോട്ട് ചെയ്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പെട്ടെന്ന് തിരിച്ചു പോയി വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുന്ന കാറിൽ കയറി അങ്ങ് പോകാമെന്നുള്ള ഇതിലായിരുന്നു ഞാൻ വന്നിരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കാറിൻ്റെ ഡോറ് തുറക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ഗോപകുമാർ എന്ന് പറഞ്ഞ ആൾ എന്നെ പിടിച്ച് കൊല്ലുകയും അടിക്കുകയും കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയും പോകാമല്ലോ എന്ന് വെച്ചപ്പോൾ ഈ പെട്ടെന്ന് 2 പേരോടെ വന്നിട്ട് എന്നെ പിടിച്ച് ഒരിടത്ത് ആഴ്ചയുള്ളൊരു കുഴി എല്ലാവരും പുരയിടത്തിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ എന്നെ നിലത്തിട്ട് ചവിട്ടുകയും പിന്നെ ഈ ഗോപകുമാർ എന്ന് പറഞ്ഞ ആളാണ് ആദ്യം ഇടി തുടങ്ങിയത്. പിന്നെ നിലത്തിട്ട് എന്നെ ചവിട്ടി കഴിഞ്ഞ് ഈ ഗോപകുമാറിൻ്റെ മകൻ ഭരതൻ എന്ന് പറഞ്ഞ ആൾ എന്നെ ക്രൂരമായിട്ട് മറിച്ചു. ഒരു ഇടിക്കട്ട പോലൊരു സാധനം കൊണ്ടിട്ട് എനിക്കറിയില്ല ഇവിടെയൊക്കെ ഇടിച്ചു. തലയ്ക്കും വയറിനും മുതുകിനും ഒക്കെ ഇടിച്ചിട്ട് ആരും കണ്ടില്ലെങ്കിൽ ഒരു പക്ഷേ എന്നെ കൊന്നേനെ, അല്ലെങ്കിൽ ഞാനവിടെ കിടന്ന് മരിച്ചു പോയായിരുന്നു. ഈ മർദ്ദിച്ച ആളുകൾ നിലവിൽ ക്ഷേത്ര ഭരണസമിതിയിലുള്ള ആളുകളാണ്. പിന്നെ അമ്പലം പണി കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് അവർ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. പലരും ഒറ്റയ്ക്ക് ചോദിക്കുന്നുണ്ട്. അവരെയൊക്കെ വരട്ടി ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി തിരിച്ചരുത്. അവർ പറയുന്നത് ഒരു 3.5 കോടി രൂപയാണ് പറയുന്നത് കിട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ 13 വർഷമായിട്ട് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലും അമ്പലത്തിൻ്റെ അക്കൗണ്ടിലായിട്ട് ഒരുപാട് അതിൽ കൂടുതൽ തുകയെങ്കിലും കാണും. പക്ഷേ 3.5 കോടിയാണെങ്കിൽ പോലും അമ്പലം കണ്ടാൽ അറിയാം എത്ര കോടി രൂപയുടെ പണി അവിടെ നടന്നിട്ടുണ്ട്. കുറഞ്ഞ ഒരു 1.5 കോടി രൂപയെങ്കിലും വക മാറ്റിയിട്ടുണ്ട് അവർ. ഞാൻ പേഴ്സണലായിട്ടും കൊടുത്തിട്ടുണ്ട്, പിന്നെ എൻ്റെ കുടുംബക്കാരെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോദിക്കാം. തന്നെയല്ല സജീവമായിട്ട് ഞാൻ അമ്പലത്തിൻ്റെ നിന്നിരുന്ന ആളാണ്. ഈ 13 വർഷം മുന്നേ എല്ലാ കാര്യങ്ങളും ഞാൻ പ്രധാനമായിട്ട് പങ്കെടുത്തിരുന്ന ആളാണ്. ഈ താങ്കളും കുടുംബവും ഈ ക്ഷേത്ര പുനരുദ്ധാരണ ഫണ്ടിലേക്ക് സംഭാവന നൽകിയിരുന്നു. അതുകൊണ്ടാണ് കണക്ക് അറിയണമെന്ന് ആവശ്യപ്പെട്ടത്. ആ നാട്ടുകാരനായതുകൊണ്ടും ആ സംഭാവന കൊടുത്തുകൊണ്ടും മാത്രമാണ് ഞാൻ. അതിൻ്റെ പേരിലാണ് ഇത്തരം ഒരു ക്രൂരമർദ്ദനം ക്രൂരമർദ്ദനം. തന്നെയല്ല, ഇദ്ദേഹത്തിൻ്റെ മകന് ആണ് ഏറ്റവും കൂടുതൽ എന്നെ മർദ്ദിച്ചത്. ഈ ഭരതൻ എന്നാണ് അവൻ്റെ പേര്. അവനെ എൻ്റെ ഷർട്ട് വലിച്ച് കീറിയപ്പോൾ മാല കണ്ടേ, അവനത് വലിച്ച് പൊട്ടിച്ച് പോക്കറ്റിലിട്ട് അപ്പോഴേ അവിടെ സ്ഥലത്ത് നിന്ന് പോയി. എത്ര തൂക്കം ഉണ്ടാവും? 3 പവൻ. ഈ മർദ്ദനമേറ്റത് കൂടാതെ 3 പവൻ സ്വർണ്ണമാല നഷ്ടപ്പെടുന്ന വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് ഉണ്ട് അവനെടുത്ത് പോക്കറ്റിലിട്ട് പോകും. പോലീസ് അവർക്ക് അനുകൂലമായിട്ടാണ്. അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവിടെ നടക്കുന്ന എന്ത് സംഭവങ്ങളിലും പോലീസ് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ ശ്രമിക്കും. അവരുടെ അടിമകളെ പോലാണ് ശരിക്കും അവിടുത്തെ ആൾക്കാർ. പോലീസ് എപ്പോഴും അവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. മൊഴിയെടുത്ത് കൂടുതൽ ആദ്യം വളരെ സോഫ്റ്റായിട്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം എനിക്ക് ഒരു സഡേഷൻ ഉണ്ടായിരുന്നു, ICUവിലായിരുന്നു ഞാൻ. അദ്ദേഹം ആദ്യം ചോദിച്ചത് എല്ലാം ഓക്കെ ആണോ, കുഴപ്പമില്ല, സംസാരിക്കാം. ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഓർമ്മയൊക്കെ ഉള്ള സംസാരിക്കാമെന്ന്. അപ്പോൾ കുഴപ്പമില്ല, ഓർമ്മയുള്ള പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ഇയാൾ സ്ഥിരം ഗുണ്ടയാണ് അവിടുത്തെ, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്കളെ മർദ്ദിച്ച ആൾ സ്ഥിരം ഗുണ്ടയാണ്. ഒരുപാട് പരാതികൾ സ്റ്റേഷനിൽ ഒന്ന് ഒത്തുതീർപ്പാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് നിങ്ങൾ ഇതിൻ്റെ കാര്യം മാത്രം സംസാരിച്ചാൽ മതി, മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഈ മൊഴിയെടുക്കാൻ വന്ന പോലീസുകാരൻ മൊഴിയെടുക്കാൻ പറഞ്ഞ പോലീസ് അവിടുത്തെ SI ആണ്, സബ് ഇൻസ്പെക്ടർ. എന്നോട് ചോദിച്ചു ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ഞാൻ ആരുടെയും പേരെഴുതിയിട്ടില്ല, അത് IT ആക്ട് പ്രകാരം നിങ്ങൾ കുറ്റക്കാരനാവും, അത് എഴുതണമെന്ന് ചോദിച്ചു. എന്നെ ഒരുമാതിരി ഭീഷണിപ്പെടുത്തുന്നു. IT ആക്ട് പ്രകാരം ഞാൻ അകത്താവുമെന്നൊക്കെയുള്ള രീതിയിൽ അയാളോട് സംസാരിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പൊതുപ്രവർത്തകനാണ്, ഞാൻ അങ്ങനെ ഒരു കാര്യത്തിൽ അതിനകത്ത് വന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന്. ഈ താങ്കളുടെ എതിർഭാഗത്ത് നിൽക്കുന്ന താങ്കളെ മർദ്ദിച്ച ആളുകൾ അവർ രാഷ്ട്രീയ പിൻബലമുള്ള ആളുകളാണോ? അവരെ BJP വർക്ക് ചെയ്യുന്നു. താങ്കൾ ICUവിലായിരുന്നു, അതിനുശേഷം ഇപ്പോൾ വാർഡിലേക്ക് മാറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടോ? ഡോക്ടർ ഒരു 3 ദിവസം കൂടെ ഇത് ഒരു ചെക്ക് ചെയ്യാൻ പറഞ്ഞു, ഒബ്സർവേഷൻ പറഞ്ഞു. തലയ്ക്ക് വളരെ ഒരു പെരുപ്പ് പോലെ, ശരിക്കും ഒന്നും അറിയുന്നില്ല ആക്ച്വലി. ഓക്കെ. പിന്നെ വേദനയുണ്ട് ശരീരം മൊത്തം. ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ പേരിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനോജ് കുമാർ ആരോപിക്കുന്നത്. നൽകിയ തുകയുടെ കണക്ക് ചോദിച്ചതിന് ഇത്തരത്തിൽ തന്നെ മർദ്ദിച്ച ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചെങ്ങന്നൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.